നമുക്ക് നട്ടാശ്ശേരി എന്ന് പറയുമ്പോഴത്തേക്കും നട്ടാശ്ശേരി ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ, മൂന്നെന്ന് തന്നെ പറയാനില്ല, ഒരു 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ ഏകദേശം 8-9ഓളം ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്. അതിൽ 1-2 കുടുംബക്ഷേത്രങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഇതുപോലെയുള്ള മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടെ, അതായത് ഇപ്പം ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ കറങ്ങൂരിടം ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ കോട്ടയത്ത് വിഷ്ണുമംഗലം ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സൂര്യകാഴ്ചകൾ അങ്ങനെയൊന്നും പറയാനായിട്ട് ആത്മീയ കേന്ദ്രമാണ്. അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു സൂര്യകാലം വിനായക ചതുർത്ഥിക്ക് ISROയിലെ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ സൂര്യനിൽ നിന്ന് ആ സമയത്ത് വരുന്ന സൂര്യവികിരണങ്ങളെ കുറിച്ച്, സൂര്യഗ്രഹണ സമയത്ത് വരുന്ന വികിരണങ്ങളിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത്രയേറെ ചരിത്രവും സയൻസും കൂടെ കൊളാബറേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു മേഖല, ഒരു ഇടമാണത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് തെക്കുംകൂർ പാലസ് ഉണ്ട്. അപ്പൊ അതിനോട് അനുബന്ധമായിട്ടുള്ള എടക്കൽ ഭഗവതി ക്ഷേത്രം, അവിടെയാണ് പ്രസിദ്ധമായ കുമാരനാഥ ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്നത്, അതിനോട് ചേർന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ശാസ്താ ക്ഷേത്രമുണ്ട്. അങ്ങനെ ഏകദേശം 8-9 ക്ഷേത്രങ്ങൾ ചേർന്ന ഒരു ചെറിയ ഇടയ്ക്കുള്ളിൽ തന്നെ അത്രയേറെ ക്ഷേത്രങ്ങളുള്ള ഒരു ഭാഗമാണ്, ഒരു ഗ്രാമപ്രദേശമാണ് ഈ നട്ടാശ്ശേരി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ആത്മീയ ഹബ്ബ് ആകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ആത്മീയ ടൂറിസം എന്നതിനേക്കാൾ ഉപരി ഒരു ആത്മീയ ഹബ്ബ് ആകാനുള്ള സാധ്യതകളുള്ള മീനച്ചിലാറിന്റെ പ്രദേശത്തെ ഏറ്റവും പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നട്ടാശ്ശേരി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഹ്രോദഭാഗത്ത് വിഷ്ണുമംഗലം ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ എത്രയേറെ പ്രകൃതി രമണീയതയുള്ള, അത് കോട്ടയം നഗരസഭ എന്ന് പറയുന്ന ഒരു നഗരപ്രദേശത്തിനുള്ളിലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. ഒരു നഗരത്തിനുള്ളിലെ ഗ്രാമീണ ചൈതന്യം നിലനിൽക്കുന്ന ഒരു സംരക്ഷിച്ചു പോകുന്ന ഇടമാണ്. മീനച്ചിലാറിന്റെ തീരത്ത് എത്രയേറെ പച്ചപ്പൊക്കെ നിറഞ്ഞ്, അപ്പൊ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ഭാഗവത സത്രം പോലെയുള്ള മഹാസത്രങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട്. ഒത്തിരി ഏരിയകൾ, വലിയ പ്രദേശങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ മൂർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, മഹാവിഷ്ണുവിന്റെ, അതായത് ഗുരുവായൂരപ്പന്റെ പോലെ തന്നെ ചതുർബാഹുവുള്ള മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ വരുന്നത്. ഇതിനോട് ചേർന്നൊരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇത്രയേറെ ചൈതന്യമുള്ള ഒരു ക്ഷേത്രം, അത് ജനങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ഒരു സഹകരണത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വർഷാവർഷം ഭാഗവത സപ്താഹങ്ങൾ നടത്താറുണ്ട്. അതിൽ തന്നെ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ ഒരു പങ്കെടുക്കുന്നതൊക്കെ വളരെ നല്ല രീതിയിൽ, നല്ല സഹകരണത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.